അസ്സലാമു അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി വെജിറ്റേറിയൻ ബ്രെഡ് പോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരു സ്പൈസി തൂമും പിന്നെ ഒരു മയോനൈസും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സ്പൈസി തൂമ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം എടുക്കട്ടോ. അത് ജാറിലേക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെളുത്തുള്ളി ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു തൂമിൽ അധികം ഉപ്പ് പാടില്ല കേട്ടോ. പിന്നെ എന്താ കുറച്ച് പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്. ഒരു നുള്ളു മതിട്ടോ പഞ്ചസാര. പിന്നെ ഈ ഒരു തൂമിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മയോനൈസിൽ നിന്നും ഇത് വ്യത്യാസമായിട്ടാണുള്ളത്. ഒരു ചെറിയൊരു ഓറഞ്ച് കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു തൂമ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് റെഡിയായി. പിന്നെ ഇനി നമുക്ക് തയ്യാറാക്കേണ്ട സാധാരണ മയോനൈസാണ്. അപ്പോൾ ഞാൻ ആ എടുത്ത മുട്ടയുടെ ആ മഞ്ഞ ഭാഗവും പിന്നെ വേറൊരു മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് ആ ഒരു മയോനൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ട നമ്മുടെ തൂമും പിന്നെ മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം അതിലേക്ക് ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഉള്ളിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒന്നും എടുക്കാം കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാബേജ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയില പിന്നെ കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒരു പകുതിയൊക്കെ മതി കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മുളകാണ്. ഒരൊറ്റ മുളക് ഞാൻ എടുക്കുന്നുള്ളൂ, അധികം സ്പൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന ഈ ചെറിയ ചെറിയ ഹോൾസിലൂടെ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് വളരെ ചെറുതായിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽമുളകില്ല അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതിലേക്ക് ഞാനിതാ ഈ മയോണീസും പിന്നെ തൂമും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് അധികം ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ ബ്രെഡിൻ്റെ സൈഡിലുള്ള സ്ലൈസൊക്കെ ഒന്ന് പോക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 ബ്രെഡ് കൂടി ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ആ മുട്ടയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രെഡ് പോക്കറ്റ്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഈ ഫില്ലിങ്സ് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ 4 ഭാഗവും ശരിക്കും ഒട്ടിയിട്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പോക്കറ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഒരു സൈഡ് മാത്രമായിട്ട് കത്തി കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ കൈ കൊണ്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ ഈ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഈ റംദാനിൽ നമുക്ക് വളരെ ജോലിഭാരം കുറയ്ക്കുന്ന ഒരു റെസിപ്പി കൂടിയാട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ.